ആദ്യം ഒരു വാർത്തയിലേക്കാണ്. ഒരു ചെറിയ വാർത്തയാണ്. ചെറുതായിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് എങ്കിലും അതൊരു വലിയ സൂചനയുണ്ട്. അടുത്ത ഭരണം ആർക്കായിരിക്കും, LDFിൻ്റെ സാധ്യത എന്താണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ എണ്ണം കുതിക്കുന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തുടങ്ങും എന്നാണ്. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും. വാർത്ത വായിച്ചിട്ട് മറ്റൊരു വാർത്തയിലേക്ക് പോകാം, അപ്പോൾ കാര്യം വ്യക്തമാകും. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായുള്ള അപേക്ഷകരുടെ എണ്ണം കുതിക്കുന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10,05,000 അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴത് 18,18,000 ആയി ഉയർന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തുടങ്ങാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാം. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. മലപ്പുറം ജില്ലയിലാണ് അപേക്ഷകർ കൂടുതൽ. 2,55,000 അപേക്ഷകരുടെ എണ്ണം. ഇവരിൽ 2,04,000 പേർക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങി. തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. 1,91,000 അപേക്ഷകരാണ് ജില്ലയിലുള്ളത്. 1,69,000 പേർക്കാണ് പെൻഷൻ കിട്ടിയത്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. 51,479 പേരാണ് അപേക്ഷകർ. ഇതിൽ 44,851 പേർക്ക് പെൻഷൻ അനുവദിച്ചു. ബാക്കി അപേക്ഷകർ പരിശോധനയിലാണ്. 35-നും 60-നും ഇടയിലുള്ള മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹതയുള്ളത് എന്നാണ് വാർത്ത. ഇനി മറ്റൊരു വാർത്തയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. സി വോട്ടർ എന്ന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. സാധാരണ ഇലക്ഷൻ സമയത്തൊക്കെ വാർത്ത വരാറുണ്ട് സി വോട്ടർ സർവേ എന്ന പേരിൽ. മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുമായി ചേർന്നായിരിക്കും സി വോട്ടർ സർവേ നടത്താറുള്ളത്. സി വോട്ടർ നേരത്തെ സർവേ നടത്തിയിരുന്നു, എന്ന് വെച്ചാൽ വോട്ടെടുപ്പിന് മുമ്പ് സർവേ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നായിരുന്നു സി വോട്ടർ സർവേയുടെ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ സി വോട്ടർ സർവേയുടെ മേധാവിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു അവലോകനം വന്നിട്ടുണ്ട് കേരള തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നു, യശ്വന്ത് ദേശ്മുഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സി വോട്ടർ സർവേയുടെ മേധാവി യശ്വന്ത് ദേശ്മുഖ്. അദ്ദേഹം പറയുന്നു, കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ LDFിനോടൊപ്പമാണ് നിന്നത്. വൻതോതിൽ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും LDFിന് വോട്ട് ചെയ്തു എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ വിവരം ലഭിച്ചിട്ടുണ്ടാവുക? വോട്ടെടുപ്പിന് ശേഷം സർവേ നടത്തിയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തു വരുന്ന വോട്ടർമാരോട് സംസാരിച്ച് നടത്തുന്ന സർവേയാണ്. ആധികാരികമാണ്, അത് ഏകദേശം അത് ശരിയാവാറുമുണ്ട്. പോസ്റ്റ് പോൾ സർവേക്ക് ശേഷം അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം ഇത്തരമൊരു അവലോകനത്തിലേക്ക് സി വോട്ടറിൻ്റെ മേധാവി യശ്വന്ത് ദേശ്മുഖ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണം, സ്ത്രീകൾ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. പുരുഷന്മാർ അങ്ങനെയല്ല, വൈകാരികമായ ചില കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്തേക്കാം. എന്നാൽ സ്ത്രീകൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, ക്ഷേമ പദ്ധതികൾ നന്നായി നടപ്പാക്കിയ സർക്കാരുകൾക്ക് സ്ത്രീകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും അവരെ അധികാരത്തിൽ ഏറ്റിയിട്ടുണ്ട്. ഉദാഹരണമായി ദേശ്മുഖ് ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. അവിടെയൊക്കെ ക്ഷേമ പദ്ധതികൾ നന്നായി നടപ്പാക്കുകയും സർക്കാർ മാറിയാൽ ക്ഷേമ പദ്ധതികൾ ചിലപ്പോൾ കിട്ടില്ല, അത് ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കും എന്ന് മനസ്സിലാക്കിയ മഹാഭൂരിപക്ഷം സ്ത്രീകളും വോട്ട് ചെയ്തത് നിലവിലുള്ള സർക്കാരിനാണ്. അതേ ട്രെൻഡ് തന്നെയാണ് കേരളത്തിലും ഉണ്ടായത് എന്നാണ് സി വോട്ടർ മേധാവിയുടെ കണ്ടെത്തൽ. അത് ശരിയുമാകാൻ സാധ്യതയുണ്ട്. ആദ്യം വായിച്ച വാർത്തയിലേക്ക് തിരിച്ചു വരാം. എന്താണ് സ്ഥിതി? 10 ലക്ഷത്തോളം പേർ, 11 ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അവർക്ക് അനുഭവപ്പെട്ടു, പണം കിട്ടുന്നു എന്ന് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നേരത്തെ സംശയിച്ചു നിന്നവർ കൂട്ടത്തോടെ വന്ന് അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് അപേക്ഷ 18 ലക്ഷത്തിൽ എത്തി എന്ന് വെച്ചാൽ ഇനിയും അപേക്ഷകരുടെ എണ്ണം കൂടും. 30 ലക്ഷം സ്ത്രീകൾക്ക് അർഹതയുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷന് എന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ. 15 ലക്ഷത്തോളം പേർ മാത്രമാണ് അപേക്ഷ നൽകിയത്. അതിൽ 11 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങി. 11 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് ആളുകൾ കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതോടുകൂടിയാണ് ഇപ്പോൾ
വൻതോതിൽ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയുള്ള അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം സ്ത്രീകൾ അവർക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്ന് 5 ലക്ഷം സ്ഥിരമായി CPM വോട്ട് ചെയ്യുന്ന LDF വോട്ട് ചെയ്യുന്നവരാണ് എന്ന് കണക്കാക്കിയാൽ തന്നെ അവിടെ നിന്ന് ഒരു 5 ലക്ഷം വോട്ടുകൾ കൂടി LDF പുതുതായി ലഭിച്ചേക്കാം എന്ന് കണക്ക് കൂട്ടുന്നു സി വോട്ടറിൻ്റെ മേധാവി യശ്വന്ത് ദേശ്മുഖ്. അതുമാത്രമല്ല, അദ്ദേഹം ക്ഷേമ പെൻഷനെ കുറിച്ചുകൂടി പറയുന്നുണ്ട്. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അതിൽ 50% LDF വോട്ട് ചെയ്യുന്നവർ ആയിരിക്കും. ശേഷിക്കുന്ന ഒരു 50% ഉണ്ടല്ലോ. അതിൽ നിന്ന് മഹാഭൂരിപക്ഷം സ്വാഭാവികമായും UDF വന്നാൽ പെൻഷൻ കിട്ടുമോ എന്നറിയില്ല. നേരത്തെയുള്ള ഒരു അനുഭവം മുന്നിലുണ്ട്. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. UDF ഇരുണ്ട കാലം എന്ന പരസ്യവും കേരളത്തിൽ വലിയ ചർച്ചയായി പത്രങ്ങളിൽ പരസ്യം വന്നിരുന്നു. പക്ഷേ ആ പരസ്യം വലിയ ചർച്ചയായി മാറുകയും അത് അന്തിച്ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അത് വലിയ പ്രചാരം ലഭിച്ചു. അതൊക്കെ വലിയ തോതിൽ സ്ത്രീ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സി വോട്ടർ സർവേയുടെ മേധാവി പറയുന്നത് കേരളത്തിൽ LDF അനുകൂലമായി വൻതോതിൽ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. മലപ്പുറത്ത് പോലും അത് നടന്നിട്ടുണ്ട് എന്ന് കണക്കുകൾ നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് LDF അധികാരത്തിൽ വരും എന്ന് LDF നേതാക്കൾ പറയുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതുതന്നെയാണ് യശ്വന്ത് ദേശ്മുഖും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ LDF മൂന്നാം ഭരണം അത് വളരെ അകലെയൊന്നുമല്ല, അത് നടക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ചെറിയ ആളല്ല. എത്രയോ തവണ സർവേ നടത്തി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അത് വിശകലനം ചെയ്ത് സംസാരിക്കുകയും അതനുസരിച്ചുള്ള സർവേ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സി വോട്ടറിൻ്റെ മേധാവിയാണ് എന്നത് ചെറിയ കാര്യമല്ല. LDF സർക്കാർ വരുന്നു, വീണ്ടും വരുന്നു എന്ന സൂചനയാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.